എടുക്കോളെ. ഇതുള്ളല്ലേ? ഹായ്, ഹലോ ആവന്തി, ഹായ്, എല്ലാവർക്കും ഹായ് കൊടുത്തേ. ഉറക്കം വരുന്നതിൻ്റെ അലമ്പാണ്. അങ്ങനെ നമ്മൾ ജഡായിപ്പാറയിൽ എത്തിച്ചേർന്നു. ടിക്കറ്റ് എല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രി ഫീസ് 200 പിന്നെ GST എല്ലാം കൂടെ ആകുമ്പം 236 എൻട്രി ഫീസ്. അത് കഴിഞ്ഞിട്ട് കേബിൾ കാറിലാണ് പോകുന്നതെങ്കിൽ 263 കേബിൾ കാറിൻ്റെ ഫീസ്. അപ്പോൾ കേബിൾ കാറിൽ പോകുന്നതാണ് നല്ലത്. അല്ലാതെ സ്റ്റെപ്പ് വഴിയും പോവാം. സ്റ്റെപ്പ് വഴി പോയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റെപ്പ് വഴി ഈ സ്റ്റെപ്പല്ല, ഈ കാണുന്നതല്ല, അല്ലാതെ പുറത്തുകൂടി നമുക്ക് അതിൻ്റെ അകത്തുകൂടി നടന്ന് പോകാൻ പറ്റുന്ന, പുറത്തുകൂടിയാണെങ്കിൽ 836 സ്റ്റെപ്പ് കയറണം അങ്ങ് കയറണമെങ്കിൽ. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ചൂട് സമയങ്ങളിലൊക്കെ നമുക്കത് പോകുന്നത് അത്ര പന്തി ആയിരിക്കില്ല. കേബിൾ കാറായിരിക്കും നല്ലത്. എങ്ങനെയാണെങ്കിൽ നമുക്ക് കാഴ്ചകളും മലയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. നല്ലൊരു യാത്രാനുഭവമായിരിക്കും. അപ്പോൾ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നടന്ന് പോയി അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് വെയിലും ഒന്നും പ്രശ്നമല്ലെങ്കിൽ നടന്നു പോകുന്നത് നല്ലതായിരിക്കും. പക്ഷേ അതും വലിയ പ്രൈസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം അതടുപ്പിച്ച് തന്നെ വരും. അപ്പോൾ ഒരാൾക്കാണ് എൻട്രി ഫീസ് 236. പിന്നെ കേബിൾ കാർ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ അടുത്ത ചാർജുണ്ട്, അതാണ് 263 സംതിങ് ആവും. അങ്ങനെ 2 ചാർജുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കേബിൾ കാറെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മലമുകളിലോട്ട് പോവാം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കേബിൾ കാർ റൈഡ് ആസ്വദിക്കുന്നവർക്കും നല്ലൊരു അനുഭവമായിരിക്കും. ആസ്വദിച്ചിട്ടില്ലാത്തവർക്ക് അത് ആസ്വദിക്കണം. അതിൻ്റെ ഭംഗി, നമ്മുടെ പ്രകൃതിയുടെ ഭംഗി കണ്ടുകൊണ്ട് നമുക്ക് മലമുകളിലൂടെ നമുക്ക് ജഡായുവിനെ കാണാനായിട്ട് യാത്ര തിരിക്കാം. എല്ലാവരും ഇവിടെ കാത്തിരിക്കുമല്ലേ? ഇതല്ലേ ഇത് വരുന്നത്? ഏതൊക്കെയാണ്? വൈറ്റ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. അതെന്താ അങ്ങനെ? ആള് പേരാണ്. ഓ, അങ്ങനെ എണ്ണം കൂടുതലാണ്? എല്ലാത്തിനും കപ്പാസിറ്റി സെയിം ആണ്. കളർ മാത്രമേ ഉള്ളൂ. കളർ എന്തെങ്കിലും? വൈറ്റ് ഇവിടെ എത്തപ്പം യെല്ലോ മുകളിൽ അപ്പർ സ്റ്റേഷനിൽ. ഓ, പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ അറിയാനൊക്കെ വേണം. ലൈനിൽ പാസഞ്ചർ ഉണ്ടോ അതിന് വേണ്ടിയാണ്. നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഇനി ഭൂമിയായിട്ട് യാതൊരു പിടുത്തമില്ല. പൊങ്ങി തുടങ്ങി. നമ്മൾ പോയിട്ട് വരാം. വെയിലുണ്ട്, നമ്മൾ മാത്രമല്ലല്ലേ ഇതില്. നമുക്ക് വെയിലടിക്കുന്നില്ല കേട്ടോ. മുകളിലോട്ട് പോകുന്നുണ്ട്. ഹസ്ബൻഡ് കൂട്ടിയിട്ടുണ്ട്. അറിയില്ല, ഫ്ലൈറ്റ് ഇരിക്കുന്നതൊക്കെ തന്നെ. ഡോറൊക്കെ അടച്ചാൽ ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. ബാക്കിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. പോകുന്നു. അടുത്ത് നമ്മൾ പാസ് ചെയ്ത് പോകുന്നു. പരിപാടി അടിപൊളി, കൊള്ളാം. മാത്രമല്ല ബാക്കിലോട്ട് മാത്രമല്ല താഴോട്ടും. കാണാൻ പറ്റില്ല. വണ്ടി പോകും പതുക്കെ പോണെന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ ആയിരിക്കും കേട്ടോ. അത് ഇനി വരാനുള്ളതായിരിക്കും.
ഇല്ല ഇവിടെയൊക്കെ സ്പീഡ് കിട്ടി കഴിഞ്ഞാലേ ചിലപ്പോ പൊട്ടിയൊക്കെ തകർന്ന് മഴ പോയി ഇടിച്ച് ഇതൊന്നും വീഡിയോയിൽ അല്ല ഇവിടെ സ്പീഡിൽ പോയി പതുക്കെ പോണത് അതുകൊണ്ടായിരിക്കും അത് ഞാൻ പറഞ്ഞതാണ്. നമ്മളത് അടുത്തെത്തിക്കൊണ്ടിരിക്കുക. മഞ്ഞ 4 പേരുണ്ടെങ്കിൽ ഒരു ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വരുന്നവർക്ക് അതായത് വരുന്ന ആൾക്കാര് പ്രൈവസി ആയിട്ട് പോകാൻ പറ്റും. ഫാമിലി ഇതും പതുക്കെ തന്നെ ഇങ്ങോട്ട് വരണതേ. ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു താഴോട്ട് നോക്കിയാണ് അമ്മ തിരിഞ്ഞത് താഴോട്ട് നോക്കിയാണ്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൊല്ലം ജില്ലയിലാണ് ചടയമംഗലം ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്, ഒരുവിധമുള്ളവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ജഡായു എർത്ത് സെൻറ്റർ അഥവാ ജഡായു നേച്ചർ പാർക്ക്. അതായത് ഇത് 64 ഏക്കറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, ആകെ വിസ്തീർണം. അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ രാജീവ് അഞ്ചലാണ് ഇത് നിർമ്മിച്ചത്. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സഞ്ചാര പദ്ധതിയാണിത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പക്ഷി പ്രതിമ കൂടിയാണ്. അപ്പം ഇതിൽ കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു പോകാം. ജഡായു രാവണ യുദ്ധം, അതായത് ജഡായുവും രാവണനുമായിട്ടുള്ള യുദ്ധം ജഡായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. അതായത് വെട്ടേറ്റ് വീണ് കിടക്കുന്ന ജഡായുവിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ ശില്പം. അതിൻ്റെ 200 അടി നീളമുണ്ട്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് പക്ഷിശില്പത്തിന്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ചടയമംഗലത്തുള്ള ജഡായുപ്പാറ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വിനോദസഞ്ചാരികൾ, അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവരും ഇന്ത്യക്കകത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഏകദേശം 100 കോടിയാണ് ഇതിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100 കോടിയാണ് ഇതിന് ചിലവഴിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിമനോഹരം. പിന്നെ കേബിൾ കാറും സർവീസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പ്രകൃതിയും നമുക്ക് ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരു ലോകത്തിലെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാഴ്ച വരുന്നുള്ളപ്പോൾ നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പേഴ്സണലി പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് വിദേശികളാണ് അവിടെ വരുന്നത്. അപ്പം നമ്മളും മലയാളികളും വരുന്നുണ്ട്, പക്ഷേ കാണാത്തവർ ഇഷ്ടം പോലെയുണ്ട്. ഇത് 2017, 2018 കാലഘട്ടത്തിലാണ് ഇത് തുറന്നു കൊടുത്തത്. എന്നിട്ട് പോലും നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞാണ് നമുക്ക് പോകാൻ പറ്റിയത്. അതുപോലെ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ഏറെ പേരുണ്ടാവും. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ വന്ന് ആസ്വദിക്കണം. നമ്മളെ വീടിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ജീവിതം ഇതാവാതെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ കാഴ്ചകളും ഈ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ശില്പത്തിനുള്ളിൽ മ്യൂസിയം ഉണ്ട്, തിയേറ്റർ, അത്തരത്തിലൊന്നാണ്. അത്തരത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് പോയ സമയത്ത് അതിൻ്റെ അകത്ത് വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ജഡായു പാറയ്ക്കകത്ത് നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. പക്ഷേ അതൊക്കെ വരും നാളുകളിൽ അതൊക്കെ റെഡിയായി വരും. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 350 മീറ്റർ, അതായത് 1200 അടി ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. നമ്മൾ ആ അത്രയും മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേബിൾ ഉറക്കണീറ്റാ എന്തൊരു സംഭവം എന്തൊരു പക്ഷി ജഡായു എന്തിനാണ് പക്ഷി
അച്ചി എന്നാണ് പറയണത്. ആദ്യം ഇതിൽ പറയുന്നത് ആദ്യം അന്തം വിട്ട് നോക്കുകയാണ്. ഉള്ള വലുതെന്ന് കാറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും. അതിൻ്റെ മുകളിലെത്തിയാലും നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും നമുക്കതിൽ കാണാൻ സാധിക്കും. അവിടെ നിൽക്കും. മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നിടും, അങ്ങനെ കാഴ്ചകളെ ആനന്ദകരമാക്കാൻ വേണ്ടി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട്. ഷോപ്പ് മീൻസ് നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് വെള്ളം അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള സംഭവം മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ കാഴ്ചകൾ കണ്ടുവരും. ഒന്നോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ഒരു ക്ഷേത്രം ഉണ്ട്. ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ വരുന്നവർക്ക് ക്ഷേത്രത്തിൽ കയറാനും അവിടെ വാനരകൂട്ട് അങ്ങനെ സംഭവങ്ങൾ, പിന്നെ അവിടെ പൂജ നടത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചു അന്തം വിട്ട് നോക്കണം. സെൽഫി പോയിന്റ്, സെൽഫി എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വെയിലായോണ്ട് പക്ഷെ കടുക്കും. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, പല പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്തുന്നവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹെലിപ്പാഡുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ വരുന്നവർക്ക് അവിടെ ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഇതാണ് ഒരു ഷോപ്പുണ്ട് ഇവിടെ. നമുക്ക് അത്യാവശ്യം വെള്ളം കുടിക്കുന്നതിനോ ലഘു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ ഒക്കെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് അമ്പലത്തിലോട്ടുള്ള വഴി. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ചെറിയ വിഗ്രഹങ്ങളും കാര്യങ്ങളും ചെറിയ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നത്. അമ്പലത്തിലോട്ട് കയറുന്നതിന് എൻട്രി ഫീസൊന്നുമില്ല. പക്ഷേ പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതിന് പേയ്മെൻ്റ് ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ജടായു രാമ ടെമ്പിൾ എന്നാണ്. അങ്ങനെ ഇതാണ് ആ ക്ഷേത്രം. ഈ മലയുടെ മണ്ടയിൽ തന്നെ അതിഗംഭീരമായിട്ട് നമുക്ക് പാറയിൽ തന്നെ ഒരു പാറക്കെട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ പാറകൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് തൊഴുവാൻ പറ്റും. എൻട്രി ഫീസ് ഒന്നുമില്ല. ചൂടൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. നല്ല ചൂടുണ്ട്, ചെരുപ്പിടാൻ പറ്റൂല. അമ്പലമുണ്ട് ഇവിടെ, അപ്പോഴത്തേക്ക് അതിൻ്റെ കാല് കൊള്ളുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ വിഷയമാക്കൂല. അവര് ജോഡിയാണ്.
കാൽപാത പതിന് കുരങ്ങൻ ക്യാമറ തട്ടി പറിച്ചോണ്ടോ, സൂക്ഷിക്കണേ. പിന്നെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും വെള്ളം കുടിക്കാനോ വടയും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇനി കാഴ്ചകൾ കാണാമെന്ന്. കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് കണ്ട് നിന്നു പോവും. കാരണം അതങ്ങനെയാണ്, അവിടുത്തെ ഒരു വൈബ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെപ്പോലെ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വടയൊക്കെ എടുത്തു, വടയൊക്കെ കഴിച്ചു. ഇനി കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി യാത്ര തുടരാം, കാഴ്ചകൾ കാണാം. അതിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ മ്യൂസിയം കാര്യങ്ങളുടെ അകത്ത് പക്ഷേ എൻട്രി അവർ ആരും കയറുന്നില്ല. സംഭവം താൽക്കാലികമായിട്ട് എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റിയില്ല. കേബിൾ കാറിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചിറങ്ങാൻ വേണ്ടി ഇത് അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. വീണ്ടും തിരിച്ച് കേബിൾ കാറിലൂടെയുള്ള യാത്ര. അതൊരു രക്ഷയില്ല കേട്ടോ. നമ്മളത് ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുള്ളവർക്കാകുമ്പോൾ വലിയ വൈബൊന്നും വലിയ ഇത് തോന്നില്ല, അല്ലാത്തവർക്ക് സംഭവമാണ്. പക്ഷേ സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. അവർ അതിന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല സേഫാണ്, സേഫ് യാത്ര തന്നെയാണ്. ഹെലികോപ്റ്ററിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നിറങ്ങാം. ഇവിടെ വന്നിറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേഫ്റ്റി ഇതിനുള്ള കാര്യങ്ങളെല്ലാം അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇതായാണ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വർക്കല പോണാ, കേബിൾ കാർ ചെയ്ത് വർക്കല പോണ. തിരിച്ചു പോണേ, തിരിച്ച് ഇറങ്ങി പോവാ ഒരുപാടുണ്ടെന്ന്. 826 പണിയുണ്ടെന്ന്. അവരെ നമ്മള് തിരിച്ചിറങ്ങുന്ന പറയാം. അങ്ങനെ കേബിൾ കാറിൽ നമ്മളെ യാത്ര അവസാനിപ്പിച്ച് നമ്മളത് തിരിച്ചു വരുന്നു. കേബിൾ കാർ ഇവിടെ ഇറങ്ങാറായി. വളരെ സേഫ് യാത്രയായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. നല്ല യാത്ര തന്നെയായിരുന്നു. പക്ഷേ ഇത്തിരി ചൂട് കൂടുതലാണെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ നമ്മൾ ഈ കാഴ്ചകൾ നമ്മളെ കാഴ്ചകളിലൂടെ നമ്മളതൊക്കെ മറക്കും. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമുക്ക് താഴോട്ട് പോവാം. മുകളിലോട്ട് കയറണം. പിന്നെ നമുക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് വരുന്നവർക്കാണെങ്കിൽ കുട്ടിക്കും ഒക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ നമുക്ക് ഒരു റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണമായിരുന്നു. കൊച്ചു കുറച്ച് നേരം പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും കൊച്ചിന് പാല് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ട്. അതാണ്ട് കുട്ടികൾക്ക് ഗെയിം, കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഗെയിം കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞാട്ട് കളിക്കണം അവിടെ, അവിടെ കളിക്കണം. പാർക്ക് അവിടെ കളിക്കാൻ ആരാകളവിടെ കൂടുതൽ ഇത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറവാണ്. എക്സ്പീരിയൻസ് എല്ലാവരും ചെയ്യണം. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. വിശാലമായ പാർക്കിംഗ്. നമ്മുടെ മുത്ത് ഇവിടെ കിടക്കുകയാണ്. മുത്തിനെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അടക്കുന്നു നമ്മുടെ മുത്ത്. പേരും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പണ്ടാകണ്ട ഒരു ഇതിലെ പോയ ഒരു പ്രൈവറ്റ് ബസ് എല്ലാരും മരിച്ചു. അന്ന് ഇവിടെ ഇതിലായിരുന്നു. ഈ വല സൈഡിൽ കാണുന്ന എസ്റ്റേറ്റ് കണ്ടോ? അത് എത്ര ഏക്കറാണത്?
10-250 ഏക്കർ ആകണ്ട ഉണ്ട്. ഇതിന്റെ അകത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഓ, രതീഷിനൊക്കെ അറിയാം. അവരൊക്കെ ഇങ്ങനെ ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് പോകുമായിരുന്നു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് പോയെന്നുള്ളത് എല്ലാവരും കണ്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കേബിൾ കാറിലുള്ള യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ യാത്രാ വിവരണം അത്ര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെതായ കുറവുകൾ എന്തായാലും ഉണ്ടാകും. കാരണം നമ്മൾ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ പോയ യാത്ര അതേപോലെ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ട് 1ലും പാർട്ട് 2 ആയിട്ട്. അപ്പം സമയം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ 2 പാർട്ടാക്കി. പാട്ട് പാടിയാണ്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മുടെ യാത്രകൾ നമ്മുടെ അതായത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ അതേപോലെയാണ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കുന്നത്.